सत्य बोले छूटना प्यार हमको दीजिए हे प्रभु आनंद दाता ज्ञान हमको दीजिए एक सारे गुणों को दूर हमसे कीजिए। Here for a very special occasion. It is Reading Day, observed every year on June 9. To honor the great visionary P.N. Panikkar, who led the library movement in Kerala and inspiring a culture of reading across the nation on this day. We celebrate the joy of reading and remind ourselves of the poor books hold in shaping our thoughts, values and future. Now, I would like to invite our respected principal ma'am to come forward and share some words of wisdom with us. Today we are celebrating the Reading Day, June 19th, to honor the P.M. Panikkar, the master father of library movement in Kerala and in India. പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നത് വിസ്മയങ്ങളാണ്. എന്തൊക്കെ വിസ്മയങ്ങളാണ്? You can see in the text book. ജീവിതമാകുന്ന വിസ്മയം നമ്മൾക്ക് പുസ്തകങ്ങളിൽ കാണുന്നുണ്ട് അല്ലേ? പലരുടെയും ജീവിതം നമ്മൾ കാണുന്നുണ്ട് പുസ്തകങ്ങളിലൂടെ. കായിക വിസ്മയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സാങ്കേതിക വിസ്മയങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ കാണുന്നുണ്ട് അല്ലേ? പല ഇതിഹാസങ്ങൾ, മഹാഭാരതം, രാമായണം, അതേപോലെ തന്നെ ബൈബിൾ, ഖുർആൻ, ഇതൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത് പുസ്തകങ്ങളിലാണ്. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നോട്ട് ഓൺലി ദ നോളജ് ബട്ട് ഓൾസോ ഇറ്റ് ഈസ് ദ പാത്വേ ഓഫ് അവർ ഓൺ ലൈഫ്. ടെക്സ്റ്റ് ബുക്ക് ഈസ് ദ പാത്വേ ഓഫ് അവർ ഓൺ ലൈഫ്. ഹൗ ടു ലീവ്, how to remove the negativities in your own life, how to add the positivity in your own life. Everything we can search it in the text book. Here we did one place. In that place, this judicious reading is necessary for the country's development. അല്ലേ? വിജ്ഞാനമുണ്ടെങ്കിലേ, അറിവുണ്ടെങ്കിലേ നമുക്ക് രാജ്യത്തെ മുന്നിലേക്ക് നയിക്കാൻ പറ്റുകയുള്ളൂ. ഒരു അറിവുള്ള ഒരു പ്രധാനമന്ത്രി, അല്ലെങ്കിൽ അറിവുള്ള മിനിസ്ട്രീസ്, അല്ലെങ്കിൽ നല്ലൊരു നോളജബിൾ ആയിട്ടുള്ള ഒരു ഡോക്ടർ, എഞ്ചിനീയർ, നല്ലൊരു മനുഷ്യൻ ആകണമെന്നുണ്ടെങ്കിൽ റീഡിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ഹാവ് ടു ടേക്ക് എ പ്ലേസ് ടുഡേ. എവരി month you can take one textbook, one book from the library. You have to read it and submit it a summary of the class teacher. The best summary we will give the prizes. This week is a reading day week, so you have to take one book every month. Take one book from the library. ജൂൺ 19 ഇന്ന് വായനാ ദിനമായി ആചരിക്കുന്നത്. നാം ഇന്ന് ജീവിക്കുന്നത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിലാണ്. മനുഷ്യനും അവന്റെ ചുറ്റുപാടും ഓരോ നിമിഷത്തിലും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാറ്റത്തിനനുസരിച്ച് വായന എന്ന ശീലം ഇന്നത്തെ കുട്ടികളിൽ നിന്നും അകലുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് വായന? അക്ഷരങ്ങൾ കൂട്ടി ഉച്ചരിക്കുന്നത് മാത്രമാണോ വായന? ഒരിക്കലുമല്ല. വായനയിൽ മുഴുകുന്ന ഒരു കുട്ടിക്ക് മുൻപിൽ പുതിയൊരു ലോകം ഉയർന്നു വരുന്നു. അത് അവന്റെ ഭാവിയെ തന്നെ നയിക്കുന്നു. ഇന്ന് എല്ലാ കുട്ടികളും വായന എന്നത് തന്നെ പാഠഭാഗങ്ങളിൽ മാത്രമായി ചുരുക്കുന്നു. കാർട്ടൂണും മൊബൈൽ ഫോണും വീഡിയോ ഗെയിമും ഒക്കെ അവർക്ക് പ്രിയപ്പെട്ടതായി മാറുന്നു. പുസ്തകങ്ങൾ വായിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇതായിരിക്കുമല്ലേ മിക്കവരുടെയും ചോദ്യം. ഇതിന്റെ ഉത്തരം പണ്ടേ കുട്ടിന്റെ മാഷ് പറഞ്ഞിട്ടുണ്ട്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളരും. അതെ, ഒരു മനുഷ്യനെ അർത്ഥമുള്ളവനാക്കി മാറ്റാൻ അവന്റെ വായനാശീലം സഹായിക്കുന്നു. കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ പുസ്തകങ്ങളുടെ ചങ്ങാതിമാരാക്കണം. ബാല്യകാലത്തെ അറിവ് അവന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. അതിന് കുട്ടികളെക്കാൾ രക്ഷിതാക്കൾ ഉത്സാഹിക്കേണ്ടതുണ്ട്. പ്രായത്തിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. വായിച്ചു വെറുതെ സമയം കളയരുത്, മറിച്ച് അറിവിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി അറിവിനെ കോരി
മാർക്കോ തന്റെ പന്തയം എന്ന കഥയിൽ വിവരിച്ചിട്ടുണ്ട്. കഥ എന്തെന്നാൽ പന്തയം വെച്ച് വർഷങ്ങളോളം തലമുറയിൽ കഴിയാൻ കഥാനായകൻ തയ്യാറായത് വലിയ തുകയ്ക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ തലമുറയ്ക്കുള്ളിൽ നിന്നും അദ്ദേഹം മാറ്റി തീർത്ത പുസ്തകങ്ങളിലൂടെ താൻ ഏത് വലിയ പണക്കുപാലത്തെക്കാളും സമ്പന്നനായി തീരുന്നുവെന്ന് സ്വയം പ്രഖ്യാപിച്ച് പന്തയം തീരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തലമുറയ്ക്കുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന് നാട്ടുകാരെ വിസ്മയിപ്പിച്ചു. അതെ, ഒരു മനുഷ്യനെ മനുഷ്യനാക്കണോ അതോ പിശാചാക്കണോ എന്ന് അവന്റെ വായനാശീലം തീരുമാനിക്കും. ഇന്ന് ജൂൺ 19 PN പണിക്കരുടെ ചരമദിനം, വായനാ ദിനം. എന്നാൽ അന്ന് മാത്രം നാം വായനയെ കുറിച്ച് ഓർത്താൻ പോരാ. വായന എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ ഓരോ കുട്ടികൾക്കും കഴിയും. On 19th June is celebrated as National Reading Day in India to honor the Kerala teacher P.N. Panikkar. Puduvai Narayana Panikkar is known as the father of the library movement in Kerala. He died on 19th June 1995, after which in 1996 National Reading Day is celebrated as a tribute to the legend. The Ministry of Education of Kerala also observes Vaira Varam Reading Week in the week between 19th to 25th of June. In 1945, Panikkar led the Tiruvidampur Library Association through Travancore Granthasaala Sangam, which comprised 47 local libraries. The main purpose of establishing these libraries was to emphasize the importance of local education and reading. Kerala's 100% universal literacy rate is primarily due to Panikkar. Now I am ending my words here. Thank you. आदरणीय गुरुजनों और प्यारे मित्रों, सबके मेरे प्रणाम। आज जून 19 वाचन दिवस हम श्री P.N. पनिकर की पुण्यतिथि को वाचन दिवस के रूप में मनाते हैं। श्री P.N. पनिकर केरल में पुस्तकालय आंदोलन के अग्रदूत थे। मन को पढ़ना शरीर के लिए व्यायाम करने जैसा है। बच्चों, युवा और वृद्ध लोगों के लिए पढ़ने की दुनिया में बड़े संसाधन उपलब्ध है। पढ़ना मनुष्य को समृद्ध बनाता है। पढ़ने की कोई उम्र नहीं होती, पढ़ने की कोई मौत नहीं होती। धन्यवाद। Cinema 4, a Malayalam recitation. നമസ്കാരം. ശ്രീ NT കൃഷ്ണവാര്യരുടെ പുസ്തകങ്ങൾ. പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്, പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്. പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്, പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്. നമ്മളെ പോലൊരുത്തനീ മണ്ണിൽ ബന്ധനം വിട്ടുയർന്നതാ കാര്യം. വെന്തെരിയുന്ന റോക്കറ്റിലേറി ചന്ദ്രനിൽ ചെന്നിറങ്ങിയ കാര്യം. ചാടിയോടി കളിച്ചു കൂത്താടി ചന്ദ്രപ്പാറ വെറുക്കിയ കാര്യം. വാഹനമേറി വീണ്ടും ഇങ്ങെത്തി വാനിതിയിൽ ഇറങ്ങിയ കാര്യം. ദൂരദർശിനി പെട്ടിയിൽ നാട്ടാർ ധീരതായിരു കണ്ടതാം കാര്യം. പുസ്തകങ്ങളിൽ പിന്നെ എന്തുണ്ട്, പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട്. രാജപുത്രൻ തൻ കരബലത്താലെ രാജപുത്രിയെ വേട്ടതാം കാര്യം. രണ്ടാമമ്മരന്വേഷണീ മൂലം രണ്ടുപേരും വനം ചേർന്ന കാര്യം. പുസ്തകങ്ങളിൽ ആനന്ദമേകും എത്രയെത്ര കഥകളുണ്ടെന്നു. നന്ദി. Go through reading and discussions. I pledge to promote the development of my country through judicious reading of books as well as digital reading and through right action. I shall read books and practice digital reading for knowledge as well as technological empowerment. I shall shine the light of knowledge gained
country. I realize that today we face multiple challenges, be it corruption, substance abuse, or environmental problems. I shall make reading a habit and be the solution to these challenges. I shall ensure best compliance to legal framework of my country and shall strive for a secure and secular atmosphere. I shall strive to raise high the value of knowledge and the pride of my country with my thoughts, words and deeds. Thank you. എഴുത്തുകാരൻ മാധവിക്കുട്ടിയുടെ നെൽപ്പായസം എന്ന ചെറുകഥയാണ് പറയാൻ പോകുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ കഴിഞ്ഞ ഹൃദയസ്പർശിയായ ഒരു കഥയാണിത്. അമ്മ ഭാര്യ മരണപ്പെട്ട കുട്ടികളുടെ അച്ഛൻ്റെ മനോഗതത്തിലൂടെയാണ് ഈ കഥ തുടങ്ങുന്നത്. കുറഞ്ഞ ചിലവിൽ ഭാര്യയുടെ ശവദാഹം കഴിഞ്ഞ് ഓഫീസിലെ സഹപ്രവർത്തകരോട് നന്ദി പറഞ്ഞ് ബസ്സിൽ മടങ്ങി വരുന്ന അയാൾ രാവിലെ നടന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. നിലാവിന്റെ ഭംഗി എന്ന ചെറു നോവലാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. മൂവാറ്റുപുഴയിലെ പെരുമ്പുക്കിൽ ജനിച്ച ശ്രീധരൻ സാറിന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിന് വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒട്ടേറെ രചനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുമുണ്ട്. അതിൽ ഒരു കുട്ടികൾക്കായുള്ള ചെറു നോവലാണ് നിലാവിന്റെ ഭംഗി. മാത്രമല്ല കഥാപാത്രത്തെ കൊണ്ട് തന്നെ ഒരു കഥയും പറഞ്ഞിരിക്കുന്നു. ജീവിതമാണോ കഥയാണോ എന്നറിയാതെ വായനക്കാരിൽ തുടങ്ങി പോകുന്നു. തേന്മാവിനെ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾ, റഷീദും അസ്മയും. അവർക്ക് തേന്മാവിനോടുള്ള സ്നേഹത്തിൻ്റെയും അതിനിടയായ സാഹചര്യത്തിൻ്റെയും കഥയാണിത്. ഈ ചരിത്രം റഷീദും അസ്മയും ബഷീറിനോട് പറയുന്നതാണ് കഥാസന്ദർഭം. അതുപോലെ ഇതിലെ പ്രധാന കഥാപാത്രമാണ് യൂസഫ് സിദ്ദീഖ്. ഈ കഥ ഒരിക്കൽ വായിച്ചവർ ഒരു വൃക്ഷത്തെ സംരക്ഷിക്കണമെന്നാണ് ഈ ചെറുകഥയിൽ ബഷീർ നൽകുന്ന സന്ദേശം. വേരോടെ അടുത്ത് ആ മാങ്ങ മരം അവരുടെ മുറ്റത്ത് നട്ടു. അവർ നല്ലപോലെ അത് പരിപാലിച്ച് വളമൊക്കെ ഇട്ട് അത് വലിയതായി ഒരു തേന്മാവായി മാറി. മുയൽ സിംഹത്തെ കൊല്ലുന്നു. പണ്ട് ഒരു കാട്ടിൽ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു. സിംഹരാജാവിൻ്റെ പേര് രംഗൻ എന്നായിരുന്നു. അങ്ങനെ ഒരിക്കൽ സിംഹരാജാവ് കാട്ടിൽ
കാട്ടിൽ നിന്ന് ഭക്ഷിക്കാൻ വേണ്ടി ഓരോ മൃഗത്തെയും പിടിച്ചു തിന്നുകയായിരുന്നു പതിവ്. പണ്ട് ഒരിക്കൽ ഇതേപോലെ തന്നെയായിരുന്നു ഒരു ഗരുഡന്റെയും കഥ. കാട്ടിലെ ഉൾഭാഗത്തേക്ക് പോകാം. അവർ പറഞ്ഞു, വാ എന്നാൽ വേഗം പോകാം, സന്ധ്യ അടുക്കുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചെത്താമെന്ന്. അവർ കാട്ടിലെത്തിയതിന് ശേഷം അവർ വിറകുകൾ ശേഖരിക്കുന്ന സമയം ആ മാതാപിതാക്കൾ അവർ കാണാതെ അവരുടെ വീട്ടിലേക്ക് മടങ്ങി. കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളെ കാണാത്തത് കൊണ്ട് വളരെ കൊണ്ട് അവർക്ക് വളരെ സങ്കടം തോന്നി. അവരുടെ മനസ്സിലെ ചോദ്യം ഇതായിരുന്നു, ഞങ്ങളുടെ വീട്ടിലേക്ക് എങ്ങനെ തിരിച്ചു പോകുമെന്ന്. ഈ പുസ്തകം 5 ഖണ്ഡമായിട്ടാണ് ആൻ ഫ്രാങ്ക് എഴുതിയിരുന്നത്. 1942 ആദ്യത്തെ ഘട്ടം എഴുതാൻ തുടങ്ങി. അവൾ പറയുന്നത് അവൾക്ക് ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളുമുണ്ട്. പക്ഷേ അവളുടെ കഥകൾ കേൾക്കാൻ ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവൾ അവളുടെ ഡയറിയെ ഒരു സുഹൃത്തായി കണ്ടതും അതിൽ അവളുടെ കഥകൾ എഴുതാൻ തുടങ്ങിയത്. ആ ഡയറിയിൽ അവൾ കിറ്റി എന്ന പേര് കൂടി കിട്ടി. ചെറുപ്പത്തിലുള്ള കാര്യങ്ങളൊക്കെ അവൾ ആ ഡയറിയിൽ എഴുതി. അന്യദേശത്ത് പണത്തിൻ്റെ ആവശ്യം നിറഞ്ഞ ഒരാളുടെ ജീവിതത്തിലെ സന്ദർഭത്തെക്കുറിച്ചാണ് പറയുന്നത്. കഥയുടെ പ്രധാന കഥാപാത്രം തൻ്റെ ആത്മകഥ പോലെയാണ് പറയുന്നത്. കഥയുടെ തുടക്കത്തിൽ പ്രധാന കഥാപാത്രമായ ആൾ അതിവിദൂരമായ ഒരു നഗരത്തിൽ തൊഴിലിന് വേണ്ടി എത്തുന്നു. അവിടെ ഭക്ഷണത്തിനും താമസത്തിനുമായുള്ള പണമില്ലാതെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി അവിടെ പണം കൊടുക്കാനില്ലാതെ പിടിക്കപ്പെടുന്നു. അപ്പോൾ ഒരു അപരിചിതനായ മനുഷ്യൻ വന്ന് തന്നെ പാവപ്പെട്ട അടുത്ത കച്ചവടക്കാരൻ്റെയും ഒന്നും കൂട്ടിയാൽ എത്ര എന്ന അധ്യാപകന്റെ ചോദ്യത്തിന് ഇനി വലിയ ഉണ്ട് എന്ന് പറയാൻ മാത്രം മണ്ടനായിരുന്നു അവൻ. സുഹറ പഠിക്കാൻ മിടുക്കിയാണ്. ായിട്ടാണ് മജീദ് വളർന്നത്. വളരുന്നതിനനുസരിച്ച് അവർ തമ്മിലുള്ള ബന്ധം കൂടി വന്നു. ബാപ്പയുടെ മരണം കാരണം തെറ്റിലായതുകൊണ്ട് സുഹറയ്ക്ക് തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല. ബാപ്പ തല്ലിയെന്ന് പറഞ്ഞ് നാടുവിട്ടുപോയി 6-7 കൊല്ലം കഴിഞ്ഞാണ് മജീദ് തിരിച്ചു വന്നത്. കുടുംബം സാമ്പത്തികമായി തകർന്നിരിക്കുന്നു. അവതരിപ്പിക്കാൻ പോകുന്നത് പുസ്തക അവലോകനത്തെ പറ്റിയാണ്. പുസ്തകത്തിന്റെ പേര് പാത്തുമ്മയുടെ ആട്. പുസ്തക നിർമ്മിതാവ് വൈക്കം മുഹമ്മദ് ബഷീർ. 1959 പ്രസിദ്ധീകരിച്ച ഈ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് ഗ്രന്ഥകർത്താവ് നൽകിയിട്ടുണ്ട്. 1954 ആണ് ഈ നോവൽ എഴുതിയത്. കഥയിലെ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. ബഷീറിൻ്റെ വീട്ടിൽ ആണ് ഈ കഥ നടക്കുന്നത്. കഥയിലെ ആട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സഹോദരി പാത്തുമ്മയുടേതാണ്. ഈ നോവലാണ് ഞാൻ അടുത്തായി വായിച്ചിട്ടുള്ളത്. ഈ പുസ്തകമാണ് ഞാൻ ഇന്നിവിടെ അവലോകനം ചെയ്യുന്നത്. 1959 പ്രസിദ്ധീകരിച്ച ഈ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേര് ബഷീർ നൽകിയിരുന്നു. ഈ നോവലിലെ കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. കുടുംബാംഗങ്ങളെ കഥാപാത്രങ്ങളായി എഴുതിയ ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രം അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗമോ അല്ല, ഒരാടാണ്. അഥവാ അദ്ദേഹത്തിൻ്റെ സഹോദരി പാത്തുമ്മയുടെ ആട്. തൻ്റെ സഹോദരി പാത്തുമ്മയെയും ആടിനെയും ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങൾ ഫലിത രൂപത്തിൽ അദ്ദേഹം നമ്മോട് പറഞ്ഞു തരുന്നു. എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം. പുതുതലമുറയുടെ മനസ്സ് കീഴടക്കിയ ബെന്യാമിൻ്റെ ആടുജീവിതത്തെക്കുറിച്ച് അല്പവാക്കുകൾ സംസാരിക്കാൻ വായനാ ദിനത്തിലെ ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ്. ജീവിതം പച്ചപിടിപ്പിക്കാനായി സൗദി അറേബ്യയിലേക്ക് പുറപ്പെട്ട നജീബ് എന്ന യുവാവിൻ്റെ കഷ്ടതകൾ നിറഞ്ഞ ജീവിതമാണ് ആടുജീവിതത്തിൽ ഉള്ളടക്കം. വലിയ സ്വപ്നങ്ങളുമായി വിമാനം കയറിയ നജീബ് ചെന്നെത്തിയത് മരുഭൂമിയിലെ ആടുവളർത്തു കേന്ദ്രത്തിലെ നരകതുല്യമായ ജീവിതത്തിലേക്കാണ്.
ഭക്ഷണമോ വെള്ളമോ കിടന്നുറങ്ങാനുള്ള സൗകര്യം പോലും ഇല്ലാതെ ആളുകൾക്ക് വേണ്ടി വർഷങ്ങളോളം ജീവിച്ചു. രക്ഷപ്പെടാനുള്ള മാർഗം അന്വേഷിച്ചെന്നാൽ അറബിയിലെ അടിയും നിരോപദ്രവവുമായിരുന്നു മജീദ് ഉപയോഗിച്ചത്. മജീദും സുഹറയുമാണ് ഈ നോവലിലെ കഥാപാത്രങ്ങൾ. മജീദ് നല്ലൊരു വ്യക്തിയായിരുന്നു. സുഹറയുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു. വിദ്യാഭ്യാസത്തിനായി മജീദ് പുറത്ത് പോയിട്ട് സുഹറയെ കാണുമ്പോൾ വളരെ ദുഃഖപരമായ സന്ദർശനമായി എനിക്ക് അനുഭവപ്പെട്ടു. സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മലയാള സാഹിത്യത്തിലെ അനശ്വരനായ തകഴി ശിവശങ്കരൻ പിള്ളയുടെ ലോകം അറിയുന്ന ചെമ്മീൻ എന്ന നോവലിനെ കുറിച്ചാണ്. മലയാളിയുടെ മനസ്സിൽ എന്നെന്നും മായാതെ നിൽക്കുന്ന ഒരു ഉത്തമ സാഹിത്യകൃതിയാണിത്. കേവലം ഒരു കഥയല്ല, മറിച്ച് മീൻപിടുത്തക്കാരുടെ ജീവിത രീതികളും അവരുടെ സമൂഹത്തെയും അവരുടെ വിശ്വാസങ്ങളെയും കുറിച്ചാണ് ഈ കഥയിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. ഈ ഒരു കഥ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായ കറുത്തമ്മ, വലിക്കുട്ടി, ചെമ്പൻകുന്ന്, പഴനി എന്നിവരിലൂടെ വിശ്വാസങ്ങളെയും വിരഹങ്ങളെയും ലംഘയും ഞാൻ മനസ്സിലാക്കി.